ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടോക്സ് ആൻഡ് ബോക്സ് ബൈ രേവതി. നമുക്ക് മീഷോയിൽ നിന്ന് വാങ്ങിച്ച ഒരു കോംബോ കുർത്ത സെറ്റ് കണ്ടാലോ? നാട്ടിൽ പോയ സമയത്ത് ചെറിയൊരു വെറൈറ്റി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിത് ഫസ്റ്റ് ടൈം ആക്ച്വലി പർച്ചേസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ മൊത്തം ജീൻസും ടീഷർട്ട് ഐറ്റംസ്, വൺ പീസ് ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ കുറേ സാരിയുണ്ട്. ചുരിദാർ ഐറ്റംസോ അല്ലെങ്കിൽ കുർത്ത സെറ്റൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. പ്രൈസും അത്യാവശ്യം റീസണബിൾ ആയിരുന്നു. പിന്നെ കോംബോ കളറൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു വൈറ്റിൽ ഓഷ്യൻ ബ്ലൂവും ഒരു കോഫി കളറും ബ്ലാക്കും ഒക്കെ ഒരു ഷെയ്ഡ് വന്നിട്ടുള്ള, അല്ലെങ്കിൽ നല്ലൊരു പ്രിൻ്റ് വന്നിട്ടുള്ളൊരു കുർത്തയായിരുന്നു കേട്ടോ. പാൻറ്റും നല്ല ഒരു വർക്ക് എന്ന് പറയാൻ പറ്റില്ല, ഡിസൈനൊക്കെ ഉള്ളൊരു പ്രിൻ്റഡ് പാൻറ്റൊക്കെ ആയിരുന്നു. മെറ്റീരിയൽ ക്വാളിറ്റി ഓക്കെ ലൈക്ക് ഒരു ആവറേജ് ടൈപ്പ് മെറ്റീരിയൽ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സാധനം നൈസായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ആ സമയത്ത് കുറച്ച് തടി ഉണ്ടായിരുന്നത് കൊണ്ട് ഈ ഡ്രസ്സ് എനിക്ക് അങ്ങോട്ട് ഫിറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. ഞാൻ എങ്ങനെയൊക്കെയോ വലിച്ചു കയറ്റി ഇട്ടു. ചെസ്റ്റിൻ്റെ പോർഷൻ എനിക്ക് അത്യാവശ്യം നല്ല ടൈറ്റ് ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ എനിക്ക് ഓക്കെ ആയിരുന്നു. കൈയുടെ ഫിറ്റിങ്സ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ടൈറ്റ് ആക്കാം എന്നുള്ളൊരു രീതിക്കായിരുന്നു ഫിറ്റിങ്സ് ഉണ്ടായിരുന്നത്. പാൻറ്റും ഓക്കെ ആണ്, പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്, അത് ഞാൻ പറയാം. പ്രിൻ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ലുക്ക് വൈസും നല്ല ക്ലാസി ഒരു സാധനമാണ്. നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. ജസ്റ്റ് കാഷ്വലായിട്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോകുമ്പോൾ അമ്പലത്തിൽ പോകാനും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാഷ്വൽ ഒക്കേഷൻസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാഷ്വൽ ആൻഡ് ഫോർമൽ രണ്ടിനും യൂസ് ചെയ്യാൻ പറ്റും. ലൈക്ക് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സാധനമാണ്. ഇനി പാൻറ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇതിട്ടുകൊണ്ട് എങ്ങും കുത്തിയിരിക്കാനോ ബൈക്കിൽ കയറാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പറ്റത്തില്ല. ബസ്സിൽ കയറാനോ ഒന്നിനും പറ്റത്തില്ല. കാരണം പാൻറ്റ് അത്ര നല്ല ടൈറ്റാണ്. ഉള്ളിൽ നല്ല പിടുത്തം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 2 സൈസ് കൂടെ വലുതെടുത്ത് കഴിഞ്ഞാൽ ശരിയാവും തോന്നുന്നു. എനിക്കിത് സൈസ് ആവാത്തതുകൊണ്ട് തന്നെ ഞാനത് റിട്ടേൺ ചെയ്യുകയാണ് ചെയ്തത്. സെക്കൻഡ് വൺ വന്നിട്ട് ഈ കളറിൻ്റെ പേരെന്താ, മജന്തയോ അങ്ങനത്തെ എന്തോ ഒരു കളർ, മജന്തയല്ല മെറൂണും അല്ലാത്ത രീതിക്കുള്ളൊരു കളർ കേട്ടോ. ഇതിൽ വന്നിട്ടൊരു ലൈറ്റ് ക്രീം കളർ, ഗ്രീൻ കളർ ഒക്കെ ആയിട്ടുള്ള പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു നൈസ് നെക്ക് ഡിസൈനും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരിതാണ്. ഇതിൻ്റെയും പ്രിൻ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സെയിം ഇതിൻ്റെയും പ്രശ്നം അത് തന്നെയായിരുന്നു ഗൈസ്. എനിക്ക് ഫിറ്റിങ്സ് അങ്ങോട്ട് ശരിയായില്ല. മേ ബി ഞാൻ ഒരു സൈസും കൂടെ വലുതെടുത്തിരുന്നെങ്കിൽ എനിക്ക് കറക്റ്റ് ആയിരുന്നേനേയും എന്ന് എനിക്ക് പിന്നീട് തോന്നി. കാരണം അത്യാവശ്യം നല്ല വയറൊക്കെ വെച്ചിട്ട് തിന്ന് ചീമപ്പന്നിയെ പോലെ ഞാൻ അങ്ങോട്ട് ആയായിരുന്നേ. ഇതും എനിക്ക് കളർ ബേസ് ഇഷ്ടപ്പെട്ടു. എനിക്ക് നോർമലി ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് ഇഷ്ടമാണ്. ഈ ഒരു കളർ ഷെയ്ഡ് എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ പർച്ചേസ് ചെയ്തത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഗൈസ്, എൻ്റെ അപ്പോഴത്തെ ചള്ളത്തടി കാരണം എനിക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ റിട്ടേൺ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ 1-2 ഫോട്ടോ ഷൂട്ട് പോലെ ഞാൻ 1-2 ഫോട്ടോസ് സെൽഫായിട്ട് ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സ്റ്റേ ട്യൂൺ ഗൈസ്.